നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ FA കപ്പിന്റെ ഫൈനൽ മത്സരം 1-1 സമനില, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 6-7 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചു കയറി. ഇവാൻസിന്റെ ഷോട്ട് ബാറിന് മുകളിലൂടെ പറന്നുപോയതും പിന്നെ അകാഞ്ചി പന്ത് വലയിലാക്കിയതും ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ഒരു കാര്യം ആൻഡ്രേ ഒനാന എർലിംഗ് ഹാലൻഡ് സംഭവമാണ്. പെനാൽറ്റി എടുക്കാൻ വേണ്ടി എർലിംഗ് ഹാലൻഡ് വന്ന ഘട്ടത്തിൽ ബിഗ് ബാൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് നിന്ന് മറുഭാഗത്തേക്ക് ഷോട്ട് ഉതിർക്കാൻ വേണ്ടിയിട്ട് ഹാലൻഡിനോട് ആവശ്യപ്പെടുന്ന ഒനാന മുമ്പും ഇതുപോലെ ആഴ്സണലിനെതിരെ ചെയ്തപ്പോൾ കിട്ടിയ മറുപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അതേ ട്രിക്ക് വീണ്ടും പുറത്തെടുത്തുകൊണ്ട് ഹാലൻഡിനെ ഒന്ന് ഇളക്കാനുള്ള ശ്രമമാണ് ഒനാന നടത്തിയത്. പക്ഷെ ഒനാന മറന്നുപോയൊരു കാര്യമുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്നത് എർലിംഗ് ഹാലൻഡാണ്. ഐ സ്കൂൾ എന്ന രൂപത്തിൽ തന്നെയാണ് ആള് നിന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചിരി, എന്നിട്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ എതിരാളിയെ വകവെക്കാതെ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി ഒനാന അവിടെ തീർത്തും പരാജിതനാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇത്തരത്തിലുള്ള ചെറിയ ലൊടുക്ക് വിദ്യകൾ കൊണ്ടൊന്നും ഹാലൻഡിനെ തടയാൻ കഴിയില്ല എന്നുള്ളത് ഒനാന ഓർക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ എക്സിലൊക്കെ ആരാധകരുടെ നിരവധിയായിട്ടുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം കോച്ച് പെപ്പ് പറഞ്ഞ പോലെ അത്ര മികച്ച രൂപത്തിലുള്ള ഒന്നായിരുന്നില്ല. പക്ഷേ കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. അതേസമയം എറിക് ടെൻ ഹാഗ് പറഞ്ഞത്, ഞങ്ങള് സിറ്റിയോട് ഏതാണ്ട് ഈക്വലി ലെവൽ എന്ന രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് പുറത്തെടുത്തത് എന്ന് തന്നെയാണ്. കളിയുടെ അവസാനത്തിലാണല്ലോ 2 ഗോളും വന്നത്. മനോഹരമായ ഗോളായിരുന്നു അലയാൻഡ്രോ ഗർനാച്ചോയുടേത്. മറുഭാഗത്ത് ബെർണാഡോ സിൽവ ഒപ്പം എത്തിച്ചു. ബോബാണ് അസിസ്റ്റ് കൊടുത്തത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തെ ഇത്തവണ സുപ്രധാന താരമായിട്ട് ഉപയോഗപ്പെടുത്താനാണ് പെപ് ഗാർഡിയോള തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും കിരീട നേട്ടത്തോടുകൂടി പെപ്പും സംഘവും തുടങ്ങിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.